ഹലോ സ്റ്റുഡൻസ്, നമ്മളുടെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ചെയ്യുന്നത് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ചാപ്റ്ററിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, കുറച്ച് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 6 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഷുഡ് മാഗ്നീഷ്യം റിബൺ ബി ക്ലീൻ ബിഫോർ ബേണിംഗ് ഇൻ എയർ? നമ്മുടെ ആക്ടിവിറ്റി 1.1 എന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലോ, മാഗ്നീഷ്യം റിബനെ ബേൺ ചെയ്യാണ് എയറിൽ. ഓക്കെ, എന്തിനാണ്? അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യണം റിബണിനെ. ഓക്കെ, അതെന്തിനാണ് ക്ലീൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? മാഗ്നീഷ്യം ഗെറ്റ്സ് കവേർഡ് വിത്ത് എ ലെയർ ഓഫ് മാഗ്നീഷ്യം ഓക്സൈഡ് വെൻ കെപ്റ്റ് ഇൻ എയർ ഫോർ ലോങ് ടൈം. ഓക്കെ, നമുക്കറിയാം മാഗ്നീഷ്യം ഒരു മെറ്റലാണ്. മെറ്റൽസ് ആർ ഹൈലി റിയാക്റ്റീവ്. സോ എന്താവും? മാഗ്നീഷ്യത്തിൻ്റെ മേലെ ഒരു മാഗ്നീഷ്യം ഓക്സൈഡ്, അതായത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഒരു തിൻ ലെയർ ഫോം ചെയ്യും. ഓക്കെ, കുറേ കാലം എയറിലുണ്ടാവുമ്പോൾ. സോ ദിസ് ലെയർ ഹിൻഡേഴ്സ് ദ ബേണിംഗ് ഓഫ് മാഗ്നീഷ്യം. ഇതെന്ത് ചെയ്യും? ബേണിംഗ് ഓഫ് മാഗ്നീഷ്യത്തിനെ കുറച്ച് ഡിഫിക്കൽട്ടാക്കും. ഓക്കെ, ബുദ്ധിമുട്ടാവും അതിന്. സോ ഹെൻസ് ഇറ്റ് ഈസ് ടു ബി ക്ലീൻഡ് ബിഫോർ ബേണിംഗ്. സോ നമുക്കതുകൊണ്ട് ക്ലീൻ ചെയ്യണം ബേൺ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, എന്താണ് കാരണം? മാഗ്നീഷ്യം റിയാക്ട് ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡായിട്ട് ഫോം ചെയ്യുന്നു. അത് ആ ബേണിംഗ് പ്രോസസ്സിനെ സ്ലോ ആക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദ ഫോളോവിങ് കെമിക്കൽ റിയാക്ഷൻസ്. അതും പേജ് നമ്പർ 6 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിനെ ബാലൻസ് ചെയ്ത് എഴുതണം. ഇത് നമുക്ക് കുറച്ച് വേർഡ് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, പാർട്ട് 2.1 and 2.2. ഓക്കെ, സോ നമുക്ക് ആദ്യം എഴുതാം ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ H2 and Cl2 ബിക്കോസ് ദേ ആർ ഡയാറ്റോമിക്. ഓൾ ഗ്യാസസ് ആർ ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ, ഡയാറ്റോമിക് ഫോമുലാവും ഉണ്ടാവുക. സോ H2 പ്ലസ് Cl2 ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്, അതായത് HCl. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ഇവിടെ നമ്മളിങ്ങനെ നോക്കുക, റിയാക്ടൻ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഹൈഡ്രജൻ 2 ആണ്, ബട്ട് ഇവിടെ ഹൈഡ്രജൻ 1 ഉള്ളൂ. സോ നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. എന്തായി? 2HCl. ഇവിടെ ക്ലോറിൻ 2, ഇവിടെ ക്ലോറിൻ 2. ഈ രണ്ടിനും കൂടുതലാണല്ലോ. സോ ഓക്കെ, ഇത് സിമ്പിളായിരുന്നല്ലോ, നമ്മൾ കുറേ ചെയ്താണ്. സിമ്പിളായിട്ടൊരു ബാലൻസ്ഡ് ഇക്വേഷനാണ്. നമുക്കിനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ബേരിയം ക്ലോറൈഡ് പ്ലസ് അലൂമിനിയം സൾഫേറ്റ് ഗീവ്സ് ബേരിയം സൾഫേറ്റ് പ്ലസ് അലൂമിനിയം ക്ലോറൈഡ്. ഓക്കെ, അത് നമുക്ക് ആദ്യം സിമ്പിൾസിനായിട്ട് എഴുതാം. BaCl2 ആണ് ബേരിയം, Al2SO4 ത്രൈസ് ആണ് അലൂമിനിയം സൾഫേറ്റ്, AlCl3 എന്താണ്? അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം സൾഫേറ്റ്. ഓക്കെ, ഇത് നമ്മളെങ്ങനെയാണ് ഒരു കെമിക്കൽ ഫോർമുല ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ ഇത് 10th സിലബസിൽ വരുന്നതുമില്ല. ഇത് 9th പഠിച്ച കാര്യമാണ്. ഓക്കെ, എന്നാലും ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, 2.2 ചാപ്റ്റർ 1ൻ്റെ പാർട്ട് 2.2. ഓക്കെ, നമുക്കിനി ആദ്യം ബാലൻസ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യലെന്താണ്? അതിലുള്ള എല്ലാ ആറ്റംസിനെയും എടുത്ത് എഴുതും അല്ലേ. ഇവിടെ ഏതൊക്കെയാണുള്ളത്? ബേരിയം, അലൂമിനിയം, ക്ലോറിൻ, സൾഫർ, ഓക്സിജൻ. ഇങ്ങനെ എഴുതാൻ കാരണം എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അധികവും ആദ്യം മെറ്റൽസിനെ ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ദെൻ നോൺ മെറ്റൽസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനെയും ഓക്സിജനും എപ്പോഴും ലാസ്റ്റ് ബാലൻസ് ചെയ്യാൻ നോക്കുക. ഓക്സിജനെ ഏറ്റവും ലാസ്റ്റും ഹൈഡ്രജനെ സെക്കൻഡ് ലാസ്റ്റും. ഓക്കെ, നമുക്കിനി നോക്കാം. ബേരിയം റിയാക്ടൻ്റ് സൈഡിലും 1 ആണ്, പ്രൊഡക്റ്റ് സൈഡിലും 1 ആണ്. ഓക്കെ, അവിടെ ബാലൻസ്ഡ് ആണ്. നമ്മൾ ഈ സൈഡിൽ ടിക്കിടും, ഓർമ്മ ഉണ്ടല്ലോ. ദെൻ അലൂമിനിയം ഇവിടെ റിയാക്ടൻ്റ് സൈഡിൽ 2 ഉണ്ട്, ബട്ട് ഇവിടെ 1 ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 2 ഇടും, താഴെ ഇടൂല. കാരണം എന്താണ്? താഴെ ഇട്ടാൽ ആ കോമ്പൗണ്ട് തന്നെ ചേഞ്ച് ആയി പോവും. സോ നമ്മൾ എന്തായി? ഇവിടെ ഒരു 2 ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ അലൂമിനിയം 2 സൈഡിലും 2 ആയ കാരണം അതും ബാലൻസ്ഡ് ആയി. നെക്സ്റ്റ് ആണ് ക്ലോറിൻ. ഇവിടെ 2, ഇവിടെ ഈ 2 ഈ രണ്ടിനും കൂടുതലാണല്ലോ. സോ 2 3s are 6. ഇവിടെ അപ്പോൾ 6 ക്ലോറിൻ ഉണ്ട്. സോ അതിനെന്ത് ചെയ്യും? ഇവിടെ 2 ഉള്ളൂ. സോ നമ്മളിവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ 3 2s are 6. ഓക്കെ, 3 2s are 6. അപ്പോൾ ഇവിടെ 6 ക്ലോറിനായി. ക്ലോറിനും ടിക്ക്. നെക്സ്റ്റ് സൾഫർ ഇവിടെ 3 ഉണ്ട് റിയാക്ടൻ്റ് സൈഡിൽ, പ്രൊഡക്റ്റ് സൈഡിൽ 1 ഉള്ളൂ. സോ എന്ത് ചെയ്യും? ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ 3 ഇട്ട് കൊടുത്താൽ നമ്മുടെ സൾഫറും ബാലൻസായി. നെക്സ്റ്റ് ഓക്സിജൻ എന്താണ്? ഇവിടെ 4 3s are 12. ഇവിടെ ഈ 3 ഇങ്ങോട്ടും കൂടി ഉണ്ടല്ലോ. സോ 3 4s are 12. ഓക്സിജനും ബാലൻസ്.
ബാലൻസ്ഡ്. നമുക്കിനി എന്താ ചെയ്യേണ്ടത്? വേരിഫൈ ചെയ്യണം. ഓക്കെ, നമുക്കിത് നോക്കാം. ഇവിടെ 3 ബേരിയം, ഇവിടെ 3 ബേരിയം. ഓക്കെ, വെരിഫൈഡ്. അലൂമിനിയം ഇവിടെ 2, ഇവിടെ 2. അലൂമിനിയം വെരിഫൈഡ്. ക്ലോറിൻ ഇവിടെ 3 2s are 6, ഇവിടെ 2 3s are 6. ഓക്കെ, അതും ബാലൻസ് ആയി. നെക്സ്റ്റ് സൾഫർ ഇവിടെ 3, ഇവിടെ 3, അതും ടിക്ക്. നെക്സ്റ്റ് ഓക്സിജൻ ഇവിടെ 4 3s are 12, ഇവിടെ 3 4s are 12. ഓക്കെ, ഒരു ബാലൻസ്ഡ് ഇക്വേഷനാണ്. നെക്സ്റ്റ് സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, സോഡിയം Na ആണ്, വാട്ടർ H2O ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആൻഡ് H2. ഓക്കെ, നമുക്കിനി എല്ലാം എടുത്ത് എഴുതാം. ഫസ്റ്റ് സോഡിയം ഇവിടെ 1, ഇവിടെ 1. ഓക്കെ, നമുക്ക് അവിടെ ആദ്യം ടിക്കിടാം. നെക്സ്റ്റ് ഹൈഡ്രജൻ ആണ്. ഇവിടെ 2 ഉണ്ട് റിയാക്ടൻറ്റ് സൈഡിൽ, പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പോൾ 3 അല്ല ആയത്. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു ആദ്യം. അപ്പോൾ എന്തായി? ഇവിടെ 2 2s are 4 ആയി. ഓക്കെ, ബട്ട് ഇവിടെ 3 ആണുള്ളത്. നമുക്കിവിടെ 3 ഇട്ടാൽ എന്താവും? 3 ഇട്ടാൽ 6 ആവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയും ചേഞ്ച് ചെയ്യാം. ഇവിടെ 3 ഇട്ടാലും ശരിയാവില്ല. സോ നമ്മളിവിടെ 2 ഇട്ടാൽ ഇവിടെ 4 ആയി. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഒരു 2 ഇട്ടാൽ എന്താവും? ഇവിടെ 2, ഇവിടെയും 2. സോ ഇവിടെ അങ്ങനെ 4 ഹൈഡ്രജനായി. ഓക്കെ, ഇവിടെ 4 ഹൈഡ്രജൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്താണ് വരുന്നത്? ഓക്സിജൻ. ഇവിടെ 2, ഇവിടെ 2. ഓക്കെ, ഓക്സിജനും ഹൈഡ്രജനും ടിക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി എന്താണ്? വേരിഫൈ ചെയ്യണം. ഇനി വേരിഫൈ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ഈ 2 ഈ സോഡിയത്തിനും ഓക്സിജനും ഹൈഡ്രജനും കൂടിയിട്ടുള്ളതാണ്. സോ ഇവിടെ സോഡിയം പക്ഷേ 1 ഉള്ളൂ. ഓക്കെ, സോ നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായി? സോഡിയം ഇവിടെയും 2, ഇവിടെയും 2. ഓക്കെ, നമുക്കിനി വെരിഫൈ ചെയ്യാം. സോഡിയം ഓക്കെ ആയി. നെക്സ്റ്റ് ഇവിടെ 2 2s are 4, ഇവിടെ 2, ഇവിടെ 2 2 2 2 + 2 4 ഹൈഡ്രജൻ. ഓക്സിജൻ ഇവിടെ 2, ഇവിടെ 2. ഓക്കെ, ഓക്സിജനും ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോവിങ് റിയാക്ഷൻസ്. ഇവിടെ നമുക്ക് സെൻറ്റൻസിലാണ് തന്നിട്ടുള്ളത്. എന്താണ്? സൊല്യൂഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം സൾഫേറ്റ് ഇൻ വാട്ടർ റിയാക്ട് ടു ഗീവ് ഇൻസൊല്യൂബിൾ ബേരിയം സൾഫേറ്റ് ആൻഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ആദ്യം നമുക്ക് സിമ്പിൾസ് ഇക്വേഷൻ ഫോർമുല എഴുതാം. ഓക്കെ, ഫോർമുലേൻ്റെ വീഡിയോ ഓക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതെങ്ങനെ ബേരിയം ക്ലോറൈഡ് എങ്ങനെ Na2SO4ൻ്റെ ഈ Na2 ആണെന്നെങ്ങനെയാണ് SO4 ഇവിടെ 4 വരാൻ കാരണം എന്താണ്? ഓക്കെ, ഇതൊക്കെ നമ്മൾ അവിടെ നല്ലോണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ബേരിയം ക്ലോറൈഡ് BaCl2, സോഡിയം സൾഫേറ്റ് Na2SO4, ബേരിയം സൾഫേറ്റ് BaSO4, NaCl, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഈ ബ്രാക്കറ്റിൽ AQ ഒക്കെ എന്താണെന്ന് അറിയാലോ, കാരണം രണ്ടും ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആണ്. ഓക്കെ, വാട്ടറിൽ ഡിസോൾവ് ആയ ഫോമുലയിൽ നമ്മൾ എന്താ പറയുക? അക്വസ് സൊല്യൂഷൻ. ഓക്കെ, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ AQ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, വാട്ടറിൽ ഡിസോൾവ് ആയ ഫോമുല ആയതുകൊണ്ട്. ഓക്കെ, നമുക്കിത് നോക്കാം. ബേരിയം ഇവിടെയും 1, ഇവിടെയും 1. ക്ലോറിൻ ഇവിടെ 2, ഇവിടെ 1 ഉള്ളൂ. സോ നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ഈ ക്ലോറിനും സോഡിയത്തിനും കൂടിയുള്ളതാണ്. ഓക്കെ, ക്ലോറിനും ഓക്കെ. ദെൻ സോഡിയം ഇവിടെ 2, ഇവിടെയും 2. സൾഫർ ഇവിടെ 1, ഇവിടെ 1. ഓക്സിജൻ ഇവിടെ 4, ഇവിടെ 4. ഓക്കെ, നെക്സ്റ്റ് sodium hydroxide solution in water react with hydrochloric acid solution in water to produce sodium chloride solution and water. ഓക്കെ, എല്ലാം വാട്ടറിൽ ഡിസോൾവ് ആയ ഫോമിലാണല്ലോ. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? NaOH പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദാറ്റ് ഈസ് HCl. ഓക്കെ, ഗീവ്സ് NaCl പ്ലസ് H2O. ഓക്കെ, ഇത് ബാലൻസ് ആണോ നമുക്ക് നോക്കാം. സോഡിയം ഇവിടെ 1, ഇവിടെ 1. ഓക്സിജൻ ഇവിടെ 1, ഇവിടെ 1. നെക്സ്റ്റ് ഹൈഡ്രജൻ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ ടോട്ടൽ 2, ഇവിടെ 2. ഓക്കെ, ക്ലോറിൻ ഇവിടെ 1, ഇവിടെ 1. ഓക്കെ, ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെയാണ് ഓൾറെഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇനി ചെയ്യുന്നത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഓഫ് എക്സ് ഈസ് യൂസ് ഫോർ വൈറ്റ് വാഷിംഗ്. ഓക്കെ, ഒരു എക്സ് എന്നൊരു സബ്സ്റ്റൻസ് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ ക്വസ്റ്റ്യൻ നെയിം ദ സബ്സ്റ്റൻസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫോർമുല. ആ സബ്സ്റ്റൻസിൻ്റെ പേരെന്താണ് ആൻഡ് അതിൻ്റെ ഫോർമുലയും എഴുതണം. ഇത് നമ്മുടെ ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ചെയ്ത ആ പോർഷനിൽ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഫസ്റ്റ് എക്സാമ്പിളിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചെയ്തത്. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന വൈറ്റ് വാഷിന് യൂസ് ചെയ്യുന്നത്? കാൽഷ്യം ഓക്സൈഡാണ്, ക്വിക്ലൈൻ എന്നും പറയും. ഓക്കെ, അതിൻ്റെ ഫോർമുല എന്താണ്? CaO. ഓക്കെ, കാൽഷ്യം ഓക്സിജൻ്റെയും ഒരു കോമ്പൗണ്ടാണ് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് എക്സ് നെയിംഡ് ഇൻ 1. അതായത് നമുക്കിവിടെ 1ൻ്റെ ആൻസറായിട്ട് കിട്ടുന്ന സബ്സ്റ്റൻസ് അതിനെ വിത്ത് വാട്ടർ റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് റിയാക്ട് ചെയ്യിക്കണം. ഓക്കെ, ഈ റിയാക്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് കൊടുത്ത റിയാക്ഷനാണ്. ഓക്കെ, എന്താണ്? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. ഈ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത കാരണം ഇവിടെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർ ഒന്ന് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ പാർട്ട് 3ൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈ ഇസ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് കളക്റ്റഡ് ഇൻ വൺ ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്സ് ഇൻ ആക്ടിവിറ്റി 1.7 ഡബിൾ ഓഫ് ദ എമൗണ്ട് കളക്റ്റഡ് ഇൻ ദ അതർ നെയിം ദ ഗ്യാസ്. എന്താണ് നമ്മുടെ ആക്ടിവിറ്റി 1.7 എന്തായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടോ? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, അതായത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ അടിയിൽ വരുന്ന ഒരു പോർഷനാണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഓക്കെ, അതിലെന്താണ് പറഞ്ഞത്? ഇവിടെ 2 ടെസ്റ്റ് ട്യൂബ് കണ്ടല്ലോ അല്ലേ? ഈ 2 ടെസ്റ്റ് ട്യൂബിലും ഒരു ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ആവുന്ന ഗ്യാസ് ഡബിളാണ് മറ്റേ ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ആവുന്നതിനേക്കാളും. ഓക്കെ, അതിന് റീസൺ എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. ഇൻ ആക്ടിവിറ്റി 1.7 ഗ്യാസ് കളക്റ്റഡ് ഇൻ വൺ ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്സ് ഈസ് ഡബിൾ ദ എമൗണ്ട് കളക്റ്റഡ് ഇൻ ദ അതർ ബിക്കോസ് ഇവിടെ എന്താണ്? വാട്ടർ ഗെറ്റ്സ് ഇലക്ട്രോലൈസ്ഡ് ടു റിലീസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ്. വാട്ടർ ഇലക്ട്രോലൈസ് ആയിട്ട് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ഇക്വേഷൻ നമ്മൾ ചെയ്തതാണ്. ഡീകമ്പോസ് ആവുന്നുണ്ട് ഇവിടെ അല്ലേ? വാട്ടർ എന്തൊക്കെയായിട്ട് ഫോം ചെയ്യുന്നു? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ആവുന്നു. ഓക്കെ ഓക്കെ ഹിയർ ആഫ്റ്റർ ഇലക്ട്രോളിസിസ് 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ. ഇവിടെ എന്താണ്? 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഇവിടെ ഓക്സിജൻ്റെ മോളിക്യൂൾ ആണെങ്കിൽ 1 ആണ് റിലീസ് ആവുന്നുള്ളൂ. ഓക്കെ, സോ ഹെൻസ് ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ കളക്റ്റഡ് വുഡ് ബി ഡബിൾ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അതുകൊണ്ട് അറിയാലോ എന്തായാലും എന്താവും? ഹൈഡ്രജൻ കളക്ട് ആവുന്നത് ഡബിൾ ആയിരിക്കും ഓക്സിജനേക്കാളും. ഓക്കെ, നമുക്ക് സാധാ കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലുള്ളൂ. കാരണം H2O ആണ് വാട്ടർ. ഓക്കെ, വാട്ടറിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷനാണ് ഇലക്ട്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസ്ഡ് ഇക്വേഷനാണ് ഇത്. ഇതിൽ 2 ഹൈഡ്രജൻ മോളിക്യൂളും 1 ഓക്സിജൻ മോളിക്യൂളും ഡീകമ്പോസ് ആയിട്ട് ഫോം ചെയ്യുന്ന കാരണം എന്താവും? ഹൈഡ്രജൻ ഡബിൾ ആയിരിക്കും ഓക്സിജൻ ഗ്യാസിനേക്കാളും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പേജ് നമ്പർ 13 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡസ് ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ചേഞ്ച് വെൻ ആൻ അയൺ നെയിൽ ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്? ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ആവുന്നത് എന്തുകൊണ്ടാണ്? അതിലേക്ക് നമ്മളൊരു അയൺ നെയിൽ ഡിപ്പ് ചെയ്യുമ്പോൾ. ഇത് ആക്ടിവിറ്റി ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ടിവിറ്റി 1.9 കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തതാണ്. ഇതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ, അതായത് പാർട്ട് 3.1 ചെയ്ത കാര്യങ്ങളാണ്, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ് വെൻ ആൻ അയൺ നെയിൽ ഡിപ്പ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്താണ്? ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നു. ഓക്കെ, ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫേഡ്സ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലൈറ്റ് ഗ്രീൻ സൊല്യൂഷൻ ഓഫ് അയൺ സൾഫേറ്റ്. അവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് ഇതിൻ്റെ കളർ എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ഒരു ബ്ലൂ കളറാണ് ഉണ്ടാവുക. ഓക്കെ, അത് ഫെയ്ഡ് ആവുന്നു, ആ കളർ മാറുന്നു ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള അയൺ സൾഫേറ്റ് ഫോം ചെയ്യുന്ന കാരണം അവിടെ കോപ്പർ സൾഫേറ്റിൻ്റെ കളറ് ചേഞ്ച് ആവുന്നു. റിയാക്ഷൻ എങ്ങനെയാണ്?
FeS അതായത് അയൺ നീൽ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ് ഫോം ചെയ്തത്? അയൺ സൾഫേറ്റ് സൊല്യൂഷൻ. ഇതിൻ്റെ കളറാണ് നമുക്ക് പിന്നെ എന്താണ് സൊല്യൂഷനിൽ കാണുന്നത്. ഓക്കെ, പിന്നെ കോപ്പറും ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ റിയാക്ഷൻ അവിടെ നടക്കുന്നു, അതുകൊണ്ട് അവിടെ നമ്മുടെ സൊല്യൂഷൻ്റെ കളറ് ചേഞ്ച് ആവുന്നു. ഓക്കെ, കാരണം എന്താണ്? അതിൽ നിന്ന് കോപ്പർ സെപ്പറേറ്റ് ആയിപ്പോയി അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം എന്തായി? ആ സൊല്യൂഷനിൽ നിന്ന് കോപ്പർ പോയി. ഈ കോപ്പറിൻ്റെ പ്രസൻസ് കാരണമായിരുന്നു അവിടെ ആ കളറ് ബ്ലൂ കളറ് ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അതർ ദാൻ വൺ ഗിവൺ ഇൻ ആക്ടിവിറ്റി 1.10. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിന് വേറൊരു എക്സാമ്പിളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ആക്ടിവിറ്റി 1.10 കൊടുത്തിട്ടുള്ളതല്ലാതെ. കാരണം അവിടെ നമുക്ക് ബുക്കിലാകെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മതി, പക്ഷെ നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ സംഭവിക്കുക? മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് അയൺസ്. ഓക്കെ, ആ സൊല്യൂഷനിലെ അയൺസ് ഉണ്ടാവും, മ്യൂച്വലി എക്സ്ചേഞ്ച് ആവും. ഓക്കെ, നമുക്ക് അതിൻ്റെ നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ടു ഫോം സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, ഇതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് NaCl ആൻഡ് H2O. ഇവിടെ എന്താ സംഭവിച്ചു നോക്കാം. ഇതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് ഈ OH. ഓക്കെ, ഈ OHൻ്റെ അവിടെ ആര് വന്നു? ഹൈഡ്രജൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ Cl ഇങ്ങോട്ടേക്ക് വന്നു, NaCl ആയി. ഓക്കെ, അതേപോലെ ഈ Hൻ്റെ കൂടെ ആര് വന്നു? ഇവിടുത്തെ OH വന്ന് ഇവിടെ H2O ആയി. ഇവിടെ എന്തായി? മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് അയൺസ് അല്ലേ? അയൺസ് അവിടെ മ്യൂച്വലി എക്സ്ചേഞ്ച് ആയി. ഓക്കെ, ഇതിനാണല്ലോ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇവിടെ രണ്ട് എലമെൻസിൻ്റെ അയൺസ് ചേഞ്ച് ആയി അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ആയി. ഓക്കെ, എൻ്റെ ഒറിജിനൽ പ്ലേസിൽ നിന്ന് മാറി വേറൊരു പ്ലേസിലേക്ക് വന്നു. വേറെ എക്സാമ്പിൾ നോക്കാം. സിൽവർ നൈട്രേറ്റ് റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡ് ടു ഫോം സിൽവർ ക്ലോറൈഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ്. ഓക്കെ, എന്താണ് സിൽവർ നൈട്രേറ്റ്? എന്താണ്? AgNO3 പ്ലസ് സോഡിയം ക്ലോറൈഡ് NaCl ഗീവ്സ് AgCl, ദാറ്റ് ഈസ് സിൽവർ ക്ലോറൈഡ് ആൻഡ് NaNO3 സോഡിയം നൈട്രേറ്റ്. ഇവിടെ എന്താണ്? Ag അതായത് സിൽവറിൻ്റെ കൂടെയുള്ള നൈട്രേറ്റ് എന്തായി? സോഡിയത്തിൻ്റെ കൂടെ ആയി അല്ലേ? സോഡിയം നൈട്രേറ്റ് ആയി. അതേപോലെ സോഡിയം ക്ലോറൈഡിൻ്റെ കൂടെയുള്ള Cl എങ്ങോട്ട് പോയി? സിൽവറിൻ്റെ അടുത്തേക്ക് പോയി. സോ ഇവിടെ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് അയൺസ് ആണ് നടന്നത്. ഇതും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നിങ്ങളുടെ എക്സസൈസിൽ, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഓക്സിഡൈസ്ഡ് ആൻഡ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ആർ റെഡ്യൂസ്ഡ് ഇൻ ദ ഫോളോവിങ് റിയാക്ഷൻസ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഓക്സിഡൈസ് ആയത് അല്ലെങ്കിൽ ഏതാണ് റെഡ്യൂസ് ആയത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ പറയേണ്ടത്. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസിന് വേണ്ടി അത് നോക്കുക. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ഇക്വേഷനാണ് സോഡിയം പ്ലസ് ഓക്സിജൻ ഗീവ് സോഡിയം ഓക്സൈഡ്. ഓക്കെ, ഇവിടെ എന്താണ്? സോഡിയത്തിലേക്ക് റിയാക്ഷൻ കഴിഞ്ഞ് എന്താണ്? ഒരു ഓക്സിജൻ ആഡായി. ഓക്കെ, ഓക്സിജൻ ആഡായി മീൻസ് അവിടെ ഓക്സിഡേഷൻ നടന്നു. സോഡിയം ഗെറ്റ് ഓക്സിഡൈസ്ഡ് ആസ് ഇറ്റ് ഗെയിൻസ് ഓക്സിജൻ. ഏതിനാണോ ഓക്സിജൻ കിട്ടിയത് അതെന്താവും? ഓക്സിഡൈസ് ആവും. ഓക്കെ, ഏതിനാണോ ഓക്സിജൻ റിമൂവ് ആവുന്നത് അതെന്താവും? റെഡ്യൂസ് ആവും. അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവ് ആവുകയാണെങ്കിലും ഓക്സിഡൈസ് ആവും. ഹൈഡ്രജൻ ആഡ് ആവുകയാണെങ്കിൽ റെഡ്യൂസ് ആവും. ഓക്കെ, സോ ഇവിടെ എന്താണ്? സോഡിയത്തിലേക്കാണ് ഓക്സിജൻ ആഡ് ആയത്. സോ ആസ് ഇറ്റ് ഗെയിൻസ് ഓക്സിജൻ ആൻഡ് ഓക്സിജൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോപ്പർ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് കോപ്പർ പ്ലസ് വാട്ടർ. ഓക്കെ, ഇവിടെ എന്താണ്? കോപ്പർ ഓക്സൈഡിൽ നിന്ന് എന്തായി? ഓക്സിജൻ പോയല്ലോ. റിയാക്ഷന് ശേഷം ഇവിടെ ഓക്സിജൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. സോ എന്താണ് സംഭവിച്ചത്? ഇവിടെ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് കോപ്പർ നടന്നത്. സോ ഇവിടെ എന്തായി? റെഡ്യൂസ് ആയി. കോപ്പർ റെഡ്യൂസ് ആയി ബിക്കോസ് ഓക്സിജൻ ഈസ് റിമൂവ്ഡ് ഫ്രം ദ കോപ്പർ. ഓക്കെ, ദെൻ എന്തായി? ഹൈഡ്രജൻ. ആ ഓക്സിജൻ എങ്ങോട്ടാണ് പോയത്? ഹൈഡ്രജനിലേക്കാണ് പോയത്. സോ ഹൈഡ്രജൻ ഓക്സിഡൈസ് ആയി. ഹൈഡ്രജൻ ഓക്സിജൻ കിട്ടിയല്ലോ. ഓക്കെ, ഹൈഡ്രജൻ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ആസ് ഇറ്റ് ഗെയിൻസ് ഓക്സിജൻ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, നമുക്ക് എക്സസൈസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ
കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.